ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. 9:35 ട്രെയിനിൽ ഞാൻ എടുത്ത് പോകുന്നത്. അവിടെ 2:05 എത്തി. അതുകൊണ്ട് തന്നെ ഞാൻ 4 മണിക്കൂർ അവിടെ AC വെയിറ്റിംഗ് റൂമിൽ കയറ്റി റെസ്റ്റ് എടുത്തിട്ട് പോയത്. കാരണം രാവിലെ 5:55 ബസ്സിലുള്ളത്. അപ്പോൾ അരമണിക്കൂറോളം അങ്ങോട്ടേക്ക് പോകാനുണ്ട്. ഇപ്പോൾ കുറച്ച് ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് കാണുന്നവരൊന്ന് ക്ഷമിക്കണം. പോകുന്ന വഴി ഞാൻ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ കണ്ടിട്ടാണ് പോകുന്നത്. ഞാൻ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്ര പാരമ്പര്യ പ്രകാരം ഇവിടെ ഏകദേശം 4000 വർഷത്തിലേറെ പഴക്കമുള്ള വിഷ്ണുമായ ആരാധന പാരമ്പര്യമുണ്ട്. ഹിന്ദു വിശ്വാസ പ്രകാരം വിഷ്ണുമായ സ്വാമി ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ്. കേരളത്തിലെ ചാത്തൻ ആരാധന പാരമ്പര്യത്തിൽ വിഷ്ണുമായ സ്വാമിയെ വളരെ ശക്തിയുള്ള ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദേവനായും ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദേവനായും ആരാധിക്കപ്പെടുന്നു. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ഭക്തരാണ് സ്വാമിയെ തേടിയെത്തുന്നത്. ഒരുപാട് നാളെ ഞാൻ പോകണമെന്ന് ആലോചിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുതരം സമാധാനം ഫീൽ ചെയ്തിരുന്നു. പിന്നെ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേ സമയം ഞാൻ അവിടെ ഇരുന്നിച്ചാണ് വന്നത്. പിന്നെ അവിടുന്ന് പ്രസാദം അതെല്ലാം കഴിപ്പിച്ച് മെല്ലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവർക്കും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ കുളിച്ച് ഫ്രഷ് ആവേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അമ്പല ദർശനങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും തൃശ്ശൂർ വന്നതല്ലേ, അപ്പം സൂലും കൂടെ പോയിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ വടക്കുന്നാഥനെ ഒന്നും കൂടെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ സൂല് പോയി. അവിടെ നിന്ന് കുറച്ച് മൃഗങ്ങളെല്ലാം കണ്ട് ആദ്യമൊക്കെ നടന്ന് കയറി, പിന്നെ ഓടി കയറി, പിന്നെ മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ല സ്കൈൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അടുത്ത ഓരോ മൃഗങ്ങളെയും കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും റീലും എല്ലാം എടുത്ത് പിന്നെ മെല്ലെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരേണ്ട ടൈം ആയപ്പോൾ എല്ലാം അവിടെ നിന്ന് നോക്കിയിട്ട് ഇറങ്ങി. പിന്നെ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നൈറ്റ് ട്രെയിൻ ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് മെല്ലെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പ്ലാനിലായിരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.